ചില ആളുകൾക്ക് നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ അവർ ആഗ്രഹിക്കുന്ന റിസൾട്ട് കിട്ടാറില്ല. ഇനി പറയാൻ പോകുന്ന ഈ 3 മിസ്റ്റേക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. സോ ഈ മിസ്റ്റേക്ക് നിങ്ങൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നോ കോണ്ടാക്റ്റിന് കൃത്യമായ ആൻസർ ലഭിക്കും. സോ ഒന്നാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ലാസ്റ്റ് ടെക്സ്റ്റ് അയക്കണം എന്നുള്ള ഒരു തോന്നലിൽ നിന്ന് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കൃത്യമായ ക്ലോഷർ നൽകുന്നതിന് വേണ്ടി ഒരുപാട് റിഹേഴ്സ് ചെയ്ത് ഒരുപാട് എഫേർട്ട് എടുത്ത് അവരെ ചേസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അതായത് ലോങ് ടെക്സ്റ്റ് ആയിട്ട് അയക്കുക, അല്ലെങ്കിൽ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ കൃത്യമായ ഒരു ടൈം സെറ്റ് ചെയ്തുകൊണ്ട് നോ കോണ്ടാക്റ്റിലേക്ക് പോവുകയില്ല. സോ ഒരു പെർഫെക്റ്റ് ലാസ്റ്റ് ടെക്സ്റ്റ് അയക്കണം എന്ന് കരുതിക്കൊണ്ട് ഒരുപാട് റിഹേഴ്സ് ചെയ്ത് അതിന് പുറകെ ചേസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഈ കാര്യമാണ് ആദ്യം സ്റ്റോപ്പ് ചെയ്യേണ്ടത്. 2, നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യുകയും ചെയ്യും, പക്ഷേ കണ്ടിന്യൂസ് ആയി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ റിമൈൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതായത് ഞാൻ നോ കോണ്ടാക്റ്റിലാണ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നീ മെസ്സേജ് അയക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നീ എന്നെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ സൈലൻസിലേക്ക് പോയിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ ഞാൻ എന്നെ കുറിച്ച് ഇപ്പോഴും കൺസേൺഡ് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ റിമൈൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. എങ്ങനെയാണെന്നറിയോ? അവരുടെ സോഷ്യൽ മീഡിയ സ്റ്റാറ്റസ് ഒക്കെ പോയി ഡെയിലി ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവരെ കുറിച്ച് കോമൺ ഫ്രണ്ട്സിനോടൊക്കെ തിരക്കുക, അവർ ഓക്കെ ആണോ, അല്ലെങ്കിൽ അവർ മൂവ് ഓൺ ആയോ, ഇങ്ങനെ അവരുടെ അപ്ഡേഷൻസ് അറിയാൻ വേണ്ടി അവരുടെ പുറകെ പോകുന്നൊരു കാര്യമുണ്ട്. സോ അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയി അവരെ റിമൈൻഡ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒരു ക്യൂരിയോസിറ്റി വരാനോ, അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ ആണോ, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒന്നും റീതിങ്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് അവർക്ക് കിട്ടില്ല. അതിനുള്ള ഒരു കാര്യവും നിങ്ങൾ ലീവ് ചെയ്യുന്നില്ല. സോ നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി അപ്ലൈ ചെയ്യുക. വീണ്ടും വീണ്ടും അവരെ ചേസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ്, ഇത് ഒരു പക്ഷേ മിസ്റ്റേക്ക് എന്നതിനുപരി ചില ആളുകൾക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. അതായത് ഓക്കെ നോ കോണ്ടാക്റ്റിലാണ്, പക്ഷെ ഞാൻ മിണ്ടാതിരുന്നത് കൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി പോവോ, അല്ലെങ്കിൽ ഇനി തിരിച്ചു വരില്ലേ, അല്ലെങ്കിൽ എന്നേക്കുള്ള ഒരു ദേഷ്യം വരുമോ, ഇങ്ങനെയൊക്കെ കരുതിക്കൊണ്ട് ഒന്ന് ടെക്സ്റ്റ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചേക്കാം, എങ്ങനെയെങ്കിലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ റിലേഷൻഷിപ്പ് പാച്ചപ്പ് ചെയ്തേക്കാം. ആ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്ത് കംപ്ലീറ്റ് ആവുന്നതിന് മുൻപ് തന്നെ ചില ആളുകൾക്ക് ഇങ്ങനെ ഒരു ടെൻഡൻസി വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് ആ ഒരു ഫിയർ കൂടും, അവർ മെസ്സേജ് അയക്കാൻ പോകും, അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ്, അവരുടെ ഫിയർ അവർ ഷെയർ ചെയ്യും. അങ്ങനെ ആ ഒരു നോ കോണ്ടാക്ട് ബ്രേക്ക് ആയി പോകും. സോ ഈ ഒരു മിസ്റ്റേക്ക് ആണ് ചില ആളുകൾ ചെയ്യുന്നത്. സോ ഈ 3 മിസ്റ്റേക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്തിട്ടും കൃത്യമായ റിസൾട്ട് കിട്ടാത്തത്. ഇനി മൂന്നാമതായി പറഞ്ഞ ഒരു ഫിയർ, അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ കൂടുതലായിട്ട് തോട്ട് വരുന്നുണ്ട്, ഓവർ തിങ്ക് ആവുന്നത് കൊണ്ടാണ് നിങ്ങൾ മെസ്സേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ നോ കോണ്ടാക്ട് ബ്രേക്ക് ആവുന്നത് എന്നുണ്ടെങ്കിൽ കൃത്യമായ ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിനെ നിയന്ത്രിക്കാൻ സാധിക്കും. മാത്രമല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളും ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ നിർദ്ദേശങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പ് സേവ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളെ കുറിച്ച് അറിയുന്നതിനോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ആവശ്യമുണ്ടെന്ന് തോന്നുന്ന ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക.